रेलवे जो हमारे स्टेशन हैं और अन्य जो इम्पोर्टेंट स्थान हैं उन सभी पर भी चेकिंग कराई जा रही है संदिग्ध वाहनों और व्यक्तियों की। इसमें हमारी BDDS और AS चेक की टीम्स प्लस डॉग स्क्वाड की टीम्स को भी एक्टिव किया गया है। जो हमारे इंटेलिजेंस के जो हमारे ऑफिसर्स हैं उनको भी एक्टिव किया गया है। सभी अधिकारियों को ये निर्देश दिए गए हैं कि वो अपने क्षेत्र में इस तरह की चेकिंग लगातार सघन चेकिंग इस तरह से कराई जा सके ताकि जो एक सुरक्षा का वातावरण है उसको और सुदृढ़ किया जा सके। ശരത്ത്, പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോൾ ഉള്ളത്. അവിടെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനിയുള്ള തുടർ നീക്കങ്ങളൊക്കെ അത് എങ്ങനെയായിരിക്കും? അഖില, സ്വാഭാവികമായിട്ടും ഇനി ഫോറൻസിക് അല്ലെങ്കിൽ എന്താണ് സ്ഫോടന കാര്യങ്ങൾ, ഈ സ്ഫോടനത്തിന് വന്ന ആൾക്കാരെ തിരിച്ചറിയൽ, അല്ലെങ്കിൽ സ്ഫോടനം നടന്ന I-20യുടെ ഉടമസ്ഥരെ തിരിച്ചറിയൽ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. കാരണം പൂർണ്ണമായി CCTV കവറേജിലാണ് ഈ സ്ഫോടനം നടന്നത് എന്നുകൊണ്ട് തന്നെ ദൃക്സാക്ഷികളെ പോലെ തന്നെ നേരിട്ടുള്ള കാഴ്ച അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങൾ, ഇത്തരം സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് എവിടെയൊക്കെ ആവായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ കുറച്ചു കാലമായി ഡൽഹിയിൽ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഇത്തരം സ്ഫോടനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. 10-15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കരോൾ ബാഗിലെ ഒരു സ്ഫോടനത്തിന് ശേഷം 20ഓളം വർഷമായി ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നിട്ട്. ഡൽഹി പഹൽഗാം ആക്രമണമാണ്, അതൊരു തീവ്രവാദ ആക്രമണമായിരുന്നു. എന്നാൽ ഹൈദരാബാദിലും ഡൽഹിയിലും അതുപോലെ ബോംബെയിലും ഒക്കെ ഉള്ള ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ട് കുറേ കാലമായി. ആ കാര്യം കൊണ്ട് തന്നെ ഇതിൽ ഉദാസീനത ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും കാറിൽ നിന്ന് ഒരു കാറാണ് പൊട്ടിത്തെറിച്ചത്, ഒരു I-20 കാറാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇപ്പോൾ വരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അല്ലെ വ്യക്തമാക്കേണ്ടത്. കാരണം മാധ്യമങ്ങളെ പോലും LNGP ആശുപത്രിയിൽ പോലും മാധ്യമങ്ങൾക്കുള്ള പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നതും അത് ആംബുലൻസിൻ്റെ വഴി തടസ്സമുണ്ടാകുന്നു. അത് പരിക്കേറ്റവർക്ക് രക്തം നൽകാനുള്ള NCC അല്ലെങ്കിൽ BSF അതുപോലെ ആർമി ക്യാമ്പുകളിൽ നിന്നുള്ള പട്ടാളക്കാരെ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ അന്വേഷണവും മറുഭാഗത്ത് നടത്തുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി കൂടി ആശുപത്രി സന്ദർശിക്കുന്നതോടെ അല്ലെങ്കിൽ അമിത്ഷാ സന്ദർശിക്കുന്നതോടെ ഇക്കാര്യത്തിൽ ഇത് കൂടുതൽ വിവരങ്ങൾ സന്ദർശിച്ച ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവ സ്ഥലം സന്ദർശിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോടായി പറഞ്ഞിട്ടുള്ളത്. അതീവ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഇപ്പോൾ ഉള്ളത്. വിവിധ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധന കേരളത്തിലടക്കം പുരോഗമിക്കുകയാണ്. അനേന സതീഷും ശരത് ലാലും അഞ്ജു ജയപ്രകാശുമാണ്